അസൗകര്യങ്ങൾക്കും മാലിന്യങ്ങൾക്കും നടുവിൽ കേരളത്തിൽ കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്നയിടം. ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ മാലിന്യമല കടക്കണമെന്ന സാഹചര്യമാണ്. വിദേശ വിനോദസഞ്ചാരികൾക്ക് മുമ്പിൽ കേരളത്തിന്റെ പൂമുഖമാണ് ഫോർട്ട് കൊച്ചി. എന്താണ് ഫോർട്ട് കൊച്ചി വിദേശികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് കാണാം. കണ്ണടച്ച് മൂക്കുപൊത്തി നടക്കണം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സദാസമയം ശുചീകരിക്കുമ്പോഴാണ് കേരളം ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ കാണിക്കേണ്ട ചരിത്ര പ്രധാന പ്രദേശം മലിനമായി കിടക്കുന്നത്. ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയുടെയും DTPCയുടെയും തൊഴിലാളികൾ ഇവിടെ ശുചീകരിക്കുന്നുണ്ടെങ്കിലും ഇരിപ്പിടങ്ങൾക്ക് തൊട്ടടുത്ത് പോലും ചില്ലുകൊപ്പി പൊട്ടിക്കിടക്കുന്നത് ഒറ്റനോട്ടത്തിൽ കാണാം. മാലിന്യം നീക്കിയിട്ട് മാസങ്ങളായെന്ന് വ്യക്തം. തീർച്ചയായിട്ടും ഫോർട്ട് കൊച്ചി വളരെ വൃത്തിയുള്ള ഒരു പ്രദേശമാകേണ്ട ഒരു സ്ഥലം കൂടിയാണ്. കോർപ്പറേഷൻ്റെ ഏരിയ മാത്രമല്ല, അത് റവന്യൂവിൻ്റെ ഭൂമിയുണ്ട്. ആ ബീച്ച് പ്രദേശമെല്ലാം പോർട്ടിൻ്റെ അധികാരത്തിൽപ്പെട്ടതുമാണ്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ. ക്യാമറ മാറ്റിവെച്ച് ബീച്ചിൽ നിയോഗിക്കപ്പെട്ട പോലീസ് അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ശുചിമുറി സൗകര്യം വേണമെന്ന്. ശങ്ക തീർക്കൽ പോലീസിന് പോലും ആശങ്കയാകുമ്പോൾ വിനോദസഞ്ചാരികളുടെ ശങ്കയെക്കുറിച്ച് അധികാരികൾക്ക് മാത്രം ശങ്കയില്ല. മണിക്കൂറുകൾ എന്നോണം അത് ക്ലീൻ ചെയ്താൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കാണാൻ സാധിക്കുള്ളൂ. ഡെയിലി 10ഓളം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു അപര്യാപ്തത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒത്തുചേർന്നാൽ മാത്രമേ അത് നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ കേരളത്തിന്റെ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. മാറ്റം വരുത്താൻ നിശ്ചയദാർഢ്യമാണ് വേണ്ടത്. രാജേഷ് വടകരയ്ക്കൊപ്പം മുഹമ്മദ് സാലിഹ്, മീഡിയ 1.